നമ്മൾ ഇന്ന് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ ആണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിക്വസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ABG അനാലിസിസ്. ഞാനിതിന് മുൻപും തിയറി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻസ് വൺ ബൈ വൺ. The first question, a post-operative surgical patient has an NG tube in place for 3 days. The nurse notes that there has been large amount of gastric drainage. Patient now reports feeling weak and generally unwell. Which acid-base imbalance the patient is most likely experiencing? Options: Metabolic Acidosis, Metabolic Alkalosis, Respiratory Acidosis, Respiratory Alkalosis. ഞാൻ ഈ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പേരുകളും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സർജറി കഴിഞ്ഞൊരു പേഷ്യൻറ്റിന് NG ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഈ NG ട്യൂബ് ഫുഡ് കൊടുക്കാനല്ല, ഗ്യാസ്ട്രിക് ഡീകംപ്രഷന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. യൂഷ്വലി സർജറി കഴിഞ്ഞ പേഷ്യൻസിന് നമ്മൾ NG ട്യൂബ്, സ്പെഷ്യലി ഈ സ്റ്റൊമക് സർജറീസിൻ്റെ കേസിൽ NG ട്യൂബ് ഇടുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് സ്റ്റൊമക്കിനെ ഡീകംപ്രസ് ചെയ്യുക, സർജിക്കൽ സ്യൂച്ചർ സൈറ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്തെങ്കിലും പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് കണ്ടുപിടിക്കുക, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള റീസൺസ്. സോ ഈ ഒരു പേഷ്യൻറ്റിന് ഈ NG ട്യൂബിലൂടെ ഒരുപാട് ഗ്യാസ്ട്രിക് ഡ്രെയിനേജ് വന്നിട്ടുണ്ട്. നിങ്ങളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ഗ്യാസ്ട്രിക് സെക്രീഷൻസ് ദേ ആർ റിച്ച് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് വിച്ച് ഈസ് ആസിഡ്. സ്റ്റൊമക്കിൻ്റെ അസിഡിറ്റി, സ്റ്റൊമക്കിൻ്റെ pH അസിഡിക് ആണെന്ന് നമുക്കറിയാം. ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദർ ഇസ് ലോസ് ഓഫ് ആസിഡ്, റിമൈനിങ് ഈസ് ആൽക്കലി. ഇവിടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ഈ പേഷ്യൻറ്റിന് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ യാതൊരു ബന്ധവുമില്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് ഈസ് എ മെറ്റബോളിക് ആൽക്കലോസിസ്. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാം പോയിന്റ് ഉണ്ട്, അതായത് NG tube suction or NG drainage causes loss of hydrochloric acid, remaining is alkali, so the condition is a metabolic alkalosis. Okay, so ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്, a patient arrives at the emergency department saying, my heart is going to jump out of my chest. I feel like I am going to die. Patient is diagnosed with a panic attack. If the panic attack is not controlled, which acid-base imbalance is most likely to develop? Options: Respiratory Acidosis, Respiratory Alkalosis, Metabolic Acidosis, Metabolic Alkalosis. So, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പേഷ്യൻറ്റിന് പാനിക് അറ്റാക്ക് ആണ്. സോ യൂഷ്വലി ഒരു പാനിക് സിറ്റുവേഷൻ, ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു പെയിൻ സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ പേഷ്യൻസ് കാണിക്കുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പർ വെന്റിലേഷൻ. സോ ഡ്യൂറിങ് ഹൈപ്പർ വെന്റിലേഷൻ നമ്മുടെ ലങ്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അധികമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു. ഓക്കെ, ABGയുടെ മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഈക്വൽ ടു ആസിഡ്. ഈ ആസിഡ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് നഷ്ടമാകുന്നു. സോ ഹൈപ്പർ വെന്റിലേഷൻ which causes blow of carbon dioxide, then we lost the acid already, the remaining is alkali, so the condition is a respiratory alkalosis. Okay, this is very important. ഇത് റീസെൻ്റ്ലി ഒരുപാട് എക്സാംസിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പാനിക് അറ്റാക്കിൽ മാത്രമല്ല, നമുക്ക് എക്സസൈസസ് സിവിയർ ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒത്തിരി ഹാർഡായിട്ട് എക്സസൈസസ് ചെയ്യുക, പെയിൻ ഉണ്ടാവുക, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലെല്ലാം നമുക്ക് ഹൈപ്പർ വെന്റിലേഷൻ ആണ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് നഷ്ടമാകുന്നതിന് കാരണമാകുന്നു. സോ ദി കറക്റ്റ് ആൻസർ ഇസ് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ചൈൽഡ് വിത്ത് സിവിയർ പെർസിസ്റ്റന്റ് ആസ്മ ഹാസ് ദ ഫോളോവിങ് ABG report: pH 7.28, PaCO₂ 50 mmHg and bicarbonate
25 milliequivalents per liter. Which assessment finding is consistent with this ABG report? Options. Option A, rapid deep respiration and paresthesia. Option B, slow respirations, nausea and vomiting. Option C, Kusimol respiration and muscle twitching. And option D, disorientation, headache, flushed face. So, ഈ ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത് കുറച്ച് വാല്യൂസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ ആർട്ടീരിയൽ ബ്ലഡ് സാമ്പിൾ എടുത്ത് നമ്മൾ ABG റിപ്പോർട്ട് കിട്ടി. ആ റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഇവയാണ്. പേഷ്യൻ്റ് PH 7.28 ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ദി കാർബൺ ഡൈ ഓക്സൈഡ് 50 mmHg ആണ്. ബൈകാർബണേറ്റ് 25 milliequivalents per liter ആണ്. ഈ വാല്യൂസ് നോക്കിയിട്ട് ഇത് ഏത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സോ നമ്മൾ ആക്ച്വലി ഒരു ABG വാല്യൂ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് അതിൻ്റെ PHയിലേക്കാണ്. ഈ ഒരു ABG ഇൻ്റർപ്രിട്ടേഷൻ്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. സ്റ്റിൽ ഒന്നുകൂടെ ഞാൻ പറയാം. ഫസ്റ്റ് വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ PHൻ്റെ നോർമൽ വാല്യൂ 7 ബ്ലഡിൻ്റെ PH നോർമൽ വാല്യൂ 7.35 to 7.45 ആണ്. ഈ വാല്യൂ 7.35 താഴെയാണെങ്കിൽ അതൊരു ആസിഡോസിസും 7.45 മുകളിലാണെങ്കിൽ അതൊരു ആൽക്കലോസിസുമാണ്. സോ ഈ ഒരു ക്വസ്റ്റനിൽ നമുക്ക് കാണാം PH is 7.28 which is below 7.35. സോ ഇതൊരു ആസിഡോസിസ് ആണ്. ഇനി ഇതെന്ത് ടൈപ്പ് അസിഡോസിസ് ആണ്? റെസ്പിറേറ്ററി ആണോ മെറ്റബോളിക് ആണോ? ഒരു ചെറിയ ക്ലൂ ഓൾറെഡി ക്വസ്റ്റനിലുണ്ട്. ഓൾറെഡി പേഷ്യൻറ്റിന് ആസ്മയാണ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അത് നോക്കാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ABGയിലൊരു റൂളുണ്ട്. അതായത് ഇഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ് മൂവ്സ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദ PH ദാറ്റ് ഈസ് എ റെസ്പിറേറ്ററി പ്രോബ്ലം. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ PH കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡ് കുറയുമ്പോൾ PH കൂടുകയുമാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതൊരു റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. CO2 moves in the opposite direction of the PH in a respiratory problem. And if the bicarbonate moves in the same direction of the PH, that is a metabolic problem. ബൈകാർബണേറ്റ് കൂടുമ്പോൾ PH കൂടിയിരിക്കുന്നു, ബൈകാർബണേറ്റ് കുറയുമ്പോൾ PHും കുറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് ഫ്ലോ എങ്കിൽ അതൊരു മെറ്റബോളിക് പ്രോബ്ലമാണ്. സോ ഈ ക്വസ്റ്റനിൽ നമുക്ക് കാണാം here the pH is 7.28 which is low. Carbon dioxide is 50. Normal value of the carbon dioxide in ABG is 35 to 45 mmHg. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിരിക്കുന്നു, PH കുറഞ്ഞിരിക്കുന്നു, which means CO2 moves in the opposite direction of the PH. So ഇതൊരു റെസ്പിറേറ്ററി പ്രോബ്ലം ആണ്. അങ്ങനെയും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ആസ്മാറ്റിക് പ്രോബ്ലം ആണെങ്കിൽ ദെയർ വിൽ ബി എ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. പേഷ്യൻറ്റിന് ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളപ്പോൾ നമ്മുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ആസിഡിന് തുല്യമാണ്. സോ ദെയർ വിൽ ബി എ റെസ്പിറേറ്ററി അസിഡോസിസ്. സോ ഈ പേഷ്യൻറ്റിന് റെസ്പിറേറ്ററി അസിഡോസിസ് ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് അസസ്മെൻറ്റ് ഫൈൻഡിങ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദിസ് ABG റിപ്പോർട്ട്? പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, ABG അനാലിസിസിൽ ഓരോ ആസിഡ് ബേസ് ഇംബാലൻസിൻ്റെയും സിംറ്റംസ് പഠിക്കണോ? അത് പഠിക്കണം എന്നുള്ളതിനൊരു എക്സാമ്പിളാണ് ഈ ക്വസ്റ്റ്യൻ. ഇവിടെ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞ ഓരോ ആസിഡ് ബേസ് ഇംബാലൻസിൻ്റെയും ക്ലിനിക്കൽ ഫീച്ചേഴ്സ് അറിയാമെങ്കിൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏതാണ് ഈ പറഞ്ഞ റെസ്പിറേറ്ററി അസിഡോസിസിൻ്റെ സിംറ്റം? ഇറ്റ് ഈസ് ഓപ്ഷൻ D, disorientation, headache and a flushed face. So the correct answer is option D. So the final question is for you. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് കറക്റ്റ് ആൻസർ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. A client receives excessive opioid medication after a surgery. Which ABG value is expected? Options: pH 7.30, PaCO₂ 55, bicarbonate 24. Option B, pH 7.52, PaCO₂ 28, bicarbonate 24. Option C, pH 7.28, PaCO₂ 32 and bicarbonate 16.
ഓപ്ഷൻ ഡി pH 7.48, PaCO₂ 40, ബൈകാർബണേറ്റ് 30. ക്വസ്റ്റൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പേഷ്യൻ്റ് എക്സസീവ് അളവിൽ ഒപ്പിയോയിഡ് മെഡിക്കേഷൻ എടുക്കുന്നു. ഈ ഒരു പേഷ്യൻറ്റിന് എന്ത് ആസിഡ് ബേസ് ഇംബാലൻസ് ആണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഞാൻ ഇത്രയും പറയാം നിങ്ങളോടൊരു ക്ലൂ ആയിട്ട്. ഒപ്പിയോയിഡ് മെഡിക്കേഷൻസ് റെസ്പിറേറ്ററി ഡിപ്രഷൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ there may be a carbon dioxide accumulation. സോ ഇനി ബാക്കി നിങ്ങൾ ആലോചിക്കുക. കാർബൺ ഡയോക്സൈഡ് അക്യുമുലേഷൻ ആണ് പ്രോബ്ലം എങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് ABG വാല്യൂ ആയിരിക്കും ഈ ഒരു പേഷ്യൻറ്റിന് കാണാൻ സാധിക്കുന്നത്? കമൻറ്റ് യുവർ ആൻസേഴ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.